അൽഹംദുലില്ലാ വിചാരിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രഭാഷണം പോലും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമല്ല, ചെറുപ്പത്തിലേറ്റവും സ്റ്റേജിൽ കയറി ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ട് അത് അവിടെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാണ് വില. നല്ല റിയാക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. റിസൾട്ട് ഒക്കെ നല്ല പോസിറ്റീവ് റിസൾട്ട് എല്ലാവരും നമ്മൾ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് റിസർച്ച് ചെയ്തിട്ടാണ് ടൈം എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോ കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴും ആ പ്രസന്റേഷൻ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ഇസ്ലാമിന്റെ വിഷയങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, കൃത്യമായിട്ട് ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പം എത്ര ടൈം എടുക്കുന്നത് റിസർച്ച് ചെയ്യാനായിട്ട്? ഇത് നമ്മള് ക്ലബ് ഹൗസ് കാലം തൊട്ടേ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്ര ഡെപ്തിലേക്ക് ഞാൻ ഏകദേശം ഈ ഒരു 2-3 ആഴ്ചയോ ആയിട്ടുണ്ട് ഇതിന്റെ ഡെപ്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺഫിഡന്റ് കിട്ടിയെന്നുള്ളതാണ്. വിഷയം മുഴുവനായിട്ട് പഠിക്കാൻ കഴിഞ്ഞാൽ എന്തായി, മുഴുവനായിട്ട് പഠിച്ചെന്നല്ല, അതിന്റെ ഒരു ഡെപ്തിലേക്ക് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൻ കഴിഞ്ഞുകൊണ്ട് എന്തായി, കോൺഫിഡന്റ് ആയി. ഇതെന്താ സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഏത് ചോദ്യം വന്നാലും നമുക്ക് സിമ്പിളായിട്ട് മറുപടി പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ പല രീതിയിലും നമുക്ക് ഈ കാര്യങ്ങൾ ഏത് കാര്യത്തിലും നമുക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഞാൻ പോയി വാങ്ങിയിട്ടുണ്ട് ചില പുസ്തകങ്ങൾ ഒക്കെ. റിസർച്ച് ചെയ്യാൻ എളുപ്പം ഉണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ തന്നെ പഠിക്കാനും കുറേ എളുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ സഹായത്തിന് മറ്റു പലരും ഉണ്ടായിരുന്നു. അവർക്കും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ ക്ലബ് ഹൗസില് വിഷയം ഇടക്കിടക്ക് ചർച്ച ചെയ്യാറുണ്ട് അവിടെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ പോയിട്ട് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഈ ചർച്ച എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് ഇത് തോന്നുന്നു ഇപ്പോ ലിയാഖത്തിന് കിട്ടിയിട്ടുള്ള അടിയൊന്നും ഈ ഒരു ഡിബേറ്റ്. കാരണം അവൻ പറഞ്ഞു വെച്ചിട്ടുള്ള കുറെ ബ്ലണ്ടേഴ്സ്, അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന കുറെ ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇനി എടുത്ത് ഒരുപാട് പറയാനുണ്ട്. അപ്പം ക്ലബ് ഹൗസ് പെട്ടെന്ന് മാറി. ഇപ്പം നിങ്ങള് ഷിമർക്ക് വല്ല പണ്ഡിതന്മാരും മൂല്യമാറ്റൊക്കെ അത്യാവശ്യം ഇസ്ലാമിക വിഷയങ്ങള്, മുഖ്യ വിഷയങ്ങളൊക്കെ അറിവുള്ള ആളുകൾ സംസാരിച്ചത് അറിയാൻ വേണ്ടിയിട്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഫിക്കിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവിടെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. വന്നത് നമ്മൾ അഡ്രസ് ചെയ്ത് പോയിട്ടുണ്ട്. സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ, സ്ഥിരമായിട്ട് പറയുന്ന ഒരു പണ്ടല്ലേ നമുക്കറിയാലോ. ഇപ്പോ മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാരുടെ സ്വഭാവം നമുക്കറിയാം. പണ്ടുകാര പരിപാടി എന്ന് പറയാനോ ഒന്നെങ്കിൽ അടിമത്തും അല്ലെങ്കിൽ ആഴ്ചക്കല്ലോ, ഈ രണ്ട് സാധനം വേറെ പറഞ്ഞു അല്ലെ? ഇന്ന് മറ്റേ മെയിൻ വിഷയമാണ്, മെയിനായിട്ടുള്ള ഒരു വിഷയമാണിത്. എല്ലാവരും ഇസ്ലാം വിട്ടു എന്ന് പറയുന്നതിന് ആദ്യ റീസൺ പറയാം അടിമത്തം ഇസ്ലാം അനുവദിച്ചു. ഇതാണ് ആദ്യത്തെ ഒരു റീസൺ ആയിട്ട് പറയാം. അത് നമ്മൾ അവിടെ പോയിട്ട് ഒരു സാധാരണക്കാരായ ഞാൻ തന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്ത് കൃത്യമായിട്ട് പൊളിച്ചു കൊടുത്തു. അപ്പൊ ഏത് പണ്ഡിതരൊക്കെയാണ് പോയതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് തെറ്റാന്ന് പറയുന്നില്ല പുള്ളി. അതെ, ഇത് നമ്മള് എന്തുകൊണ്ട് തെറ്റാന്ന്. അതെ ലിയാഖത്ത് സ്റ്റാർട്ടിങ് തന്നെ ചർച്ച തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. സ്ത്രീകളെ സെക്സിന് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ആയി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വ്യക്തികൾ ചോദിക്കുന്നുണ്ടല്ലോ. ഇതിന് ഹൈത്തമി ഉസ്താദ് ചോദിക്കുന്ന ചോദ്യം പ്ലേ ചെയ്തു അല്ലേ? ഒരു വീഡിയോ പ്ലേ ചെയ്തു. ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് അത് ഹൈത്തമിയോട് ആ സമയത്ത് ഹൈത്തമിയാണോ എം അക്ബറിന്റെ ഏതോ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് കാര്യം പറഞ്ഞു. അതിലെ പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു പിന്നെ ലിയാഖത്ത് മുമ്പ് കരഞ്ഞിരുന്നു അൺമാസ്കിങ്ങിന്റെ സംവാദത്തിലെ. പുള്ളി നിങ്ങള് ക്ലിപ്പിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഇടുക എന്ന് പറഞ്ഞ കരഞ്ഞ ലിയാഖത്താണ് ഹൈത്തമിയുടെയും അക്ബറിന്റെയും ക്ലിപ്പ് മുറിച്ചിട്ടത്. ഹൈത്തമി പറഞ്ഞത്
അതിലെന്താ കുഴപ്പം? നിങ്ങളുടെ ധാർമ്മിക കാഴ്ചപ്പാടിൽ അതിനെന്താ കുഴപ്പം എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ഇട്ടത്. ആ ചോദ്യത്തിൽ നാസ്തിക കോട്ടകളൊക്കെ തകരുന്ന ഒരു ചോദ്യമാണ് ഹൈതമി ചോദിച്ചത്. അത് എടുത്തിട്ടിട്ട് കിട്ടുന്ന ഇയാളെ എനിക്കൊരു അത്ഭുതം തോന്നുന്നത് അറിയോ ഷമീർ? പിന്നെ ഇയാൾ പറഞ്ഞെന്തായിരുന്നു, ലിയാഖത്ത് ഇസ്ലാമിക ന്യായവിധിയുടെ അന്ത്യനാളോ എന്തോന്ന് പറഞ്ഞില്ലേ? ഞാൻ കരുതി എന്തെങ്കിലും ഇയാള് വരും എന്നുള്ളത്. സത്യത്തിൽ പിന്നെ ഇയാള് ഒരു ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ പരിപാടി നിർത്തി പോകേണ്ട ഒരു ഗതികൾ. അത്രയും നിലവാരം താഴ്ന്ന രീതിയിലാണ് അയാൾ ഇത് പ്രസന്റ് ചെയ്തത്. പക്ഷെ ഇയാള് ലിയാഖത്ത് നിർത്തി പോകാനുള്ള പ്ലാൻ ഒന്നും ഇല്ല. കാരണം ഇയാളെ സ്പോൺസേഴ്സ് വേറെ ആണല്ലോ. അപ്പൊ ഈ സ്പോൺസേഴ്സ് കണ്ണുരുട്ടി പേടിപ്പിച്ചതാണ്. ഈ ലിയാഖത്ത് ഒട്ടും കോൺഫിഡന്റ് ആയിരുന്നില്ല എന്നത്തെ വിഷയത്തിൽ. ഓരോന്നെടുത്ത് നോക്കിയാലും എനിക്ക് തോന്നുന്നു എഴുതി കൊടുക്കുന്ന നോട്ട് തന്നെ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്നൊക്കെ തോന്നുന്നുണ്ട് ഓരോ ചില സംസാരം കേൾക്കും. അല്ല, കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രസന്റേഷനിൽ തന്നെ അവൻ ഡൗൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഇതായിട്ട് പറയല്ല, ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ കൂടി നമ്മൾ പറയണേ, അയാള് വിറയ്ക്കുന്നുണ്ട്, അവിടെ കാല് വിറയ്ക്കുന്നുണ്ട്. എന്താ പറ്റിയ എനിക്കറിയില്ല. ആദ്യമായിട്ട് ഇനി ഇങ്ങനെ ഒരു സംവാദത്തില് സംസാരിച്ചോണ്ടാണോ, അപ്പൊ ഞാൻ അതിനും കാട്ടിയും ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. കാരണം ഓനൊക്കെ എത്രയോ സദസ്സിൽ പോയിട്ട് ആളുകളുടെ മുന്നിൽ സംസാരിച്ച ആളാണ്. ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളാണ്. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് അള്ളാഹു ആണ് അത് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ തെളിയിക്കുന്നു. എന്റെ കൺമുന്നിൽ കണ്ടു. അശ്വർക്ക് സത്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യം തന്നെ വിജയിക്കുള്ളൂ. എല്ലാ സ്ഥലത്തും തന്നെ നോടെ എത്രത്തോളം മറച്ചു വെച്ചാൽ അത് പിന്നെ സ്വാഭാവികമായിട്ട് അത് നിൽക്കില്ല. നോടെ അങ്ങനെ അവര് എത്ര പറഞ്ഞാലും അതൊന്നും വർക്കൗട്ട് ആവില്ല. ശരിയാണ്. പിന്നെ ഞാനിപ്പോ ഇതിലൊക്കെ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ ഇപ്പോ ഇവിടെ ശരിക്കും ചോദിച്ചിട്ടുള്ളത് അതിനെന്താ കുഴപ്പം ചോദിക്കും, അതിനെന്താ കുഴപ്പം ചോദിക്കുന്നുണ്ട് അല്ലെ? ഇപ്പം ഈ സെക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നത്, അടിമ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന വിഷയം, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും നമ്മൾ ചോദിക്കുന്നത് ഈ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഒരു വിഷയം ഒരു ചോദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പ്രശ്നമാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെന്താ കുഴപ്പം? അല്ല, ഒരു ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരാള് ഈ ഒരു കാലത്ത് ജീവിച്ചപ്പോ ഇപ്പോൾ അവന് പേടിയുണ്ടാവും, അറസ്റ്റ് ചെയ്ത് പേടിയുണ്ടാവും, അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചു. ഒരു ഫ്രീ തിങ്കർ അങ്ങനെ സെക്ഷലി ഒരു അടിമ സ്ത്രീ ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്ന് പറയാനോ അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറയാനോ ഇവരെ കയ്യിൽ എന്താണുള്ളത്? അതിനെന്താ കുഴപ്പമെന്ന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ മണ്ടൻ അതുപോലെ മനസ്സിലാക്കില്ല. അവൻ മനസ്സിലാക്കേണ്ട ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഫ്രീ തിങ്കറിനോട് ചോദിച്ച തിരിച്ചു വെച്ച ക്വസ്റ്റ്യനാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധപോലമില്ല. അവൻ വീണ്ടും നമ്മളോട് ചോദിക്കുക അതിനെന്താ കുഴപ്പം, അതിനെന്താ കുഴപ്പം. അപ്പൊ അതാണ് നമ്മൾ ചോദിച്ചത്, അതിനെന്താ കുഴപ്പം, നിങ്ങൾ പറ, അതിനെന്താ കുഴപ്പം അല്ലെ? അതിനെന്താ കുഴപ്പം പറയണ്ടേ? അതിനെന്താ കുഴപ്പമെന്ന് മാത്രമല്ല, നമ്മൾ അവിടെ ഒരു ചോദ്യം തന്നെ ആയിട്ട് ഈ കാര്യം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് യുദ്ധബന്ദികള്, അപ്പൊ പ്രിസണേഴ്സ് വാർ ഉണ്ടല്ലോ, PWO, ഇവര് അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വാർഡനായിട്ടോ അല്ലെങ്കിൽ അവരെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവരുടെ പോലീസുമായിട്ടോ കൺസെന്റോട് കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റാണോ എന്ന് നമ്മൾ ചോദിച്ചു. അവിടെ ആ ചോദ്യം നോക്കിയിട്ടില്ല. പിന്നെ അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട്? ഇനി ആ തെറ്റല്ലെങ്കിൽ ഇസ്ലാമിൽ ഇതേ കാര്യമല്ല, ഇതിനേക്കാളും നല്ല രീതിയിൽ ഒരു സ്ത്രീയെ മാത്രം, ആ സ്ത്രീയോട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് കൊടുക്കേണ്ട പരിഗണന, അവർക്കുണ്ടായ കുട്ടിയോടുള്ള പരിഗണന, കുട്ടി സ്വത്തിൽ അവകാശിയാണ്, ഇതൊക്കെ നമ്മൾ അവിടെ ചോദിച്ചിരുന്നു. ഇതൊന്നും അദ്ദേഹം ഒരു മറുപടി പറഞ്ഞത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി ഞാൻ ശ്രദ്ധിക്കായിട്ടാണ്, ആരും കേട്ടോ. നമ്മൾ 7 ചോദ്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്.